ഇപ്പതാ ലൈവ് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കമന്റ് രാജാക്കന്മാർ ഇപ്പം കൊണ്ട് കമന്റ് എഴുതും. വേറെ ഒരു ജോലി അവന്മാർക്കില്ല, ഒരു ജോലിയില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതാണ് അവരുടെ ജോലി. അതിനൊന്നും മറുപടി കൊടുത്തുകൊണ്ട് നമ്മുടെ സമയം കളയാനില്ല. ഞാൻ പറഞ്ഞത്, ഇതുപോലുള്ള മതവിജ്ഞാന സദസ്സുകളിൽ ഒരുപാട് വിശ്വാസികൾ കൂടി അതൊരു ഭംഗിയാക്കി, വളരെ സന്തോഷം, പലർക്കും സന്തോഷമായിരുന്നു. പക്ഷെ അതൊക്കെ മാറിയതിൻ്റെ പിന്നിൽ ഒരു വലിയ കാര്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫൈസൽ സാഹിബിന് വിഷമമൊന്നും തോന്നണ്ട. കാരണം ഇത് പണ്ടൊക്കെ കാസറ്റ് പിടിച്ചിട്ട് കാസറ്റ് കൊടുക്കുമായിരുന്നു. നിലമ്പൂർ പ്രഭാഷണം കാസറ്റ്, അതങ്ങ് നിലാമുറ്റത്തും കിട്ടും. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. ഈ വാണിയമ്പലത്ത് ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗം അവിടെ അങ്ങ് ഏത് ലോകത്തിന്റെ ഏത് കോണിലും ഇരുന്ന് ലോകം മുഴുവനും കാണാൻ തുടങ്ങിയപ്പോൾ നമ്മളെന്തിനു വാഴ് കേൾക്കാൻ പോണം? 5 പൈസ ബക്കറ്റ് ഇടണ്ട, അവിടെ പറയുന്ന ഒന്നും നമ്മൾ സഹായിക്കണ്ട. HD ക്ലാരിറ്റിയിൽ വീട്ടിൽ ഇരുന്ന് നന്നായിട്ട് കേൾക്കാം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ ലൈവിനെ പറ്റി കൂടുതൽ പറഞ്ഞാൽ പിന്നെ വേറെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, ചില സഹോദരിമാരെ പറ്റിയിട്ടൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം മരുന്ന് കഴിക്കുന്നത് പോലെ ലൈവിലിരുന്നിട്ട് അവിടെ ഊത് ഇവിടെ ഊത്, അങ്ങോട്ട് ഊതിക്കോട് ചരിവത്തിൽ വെള്ളം വെച്ചുകൊണ്ടിരിക്കുന്ന പെങ്ങന്മാരുണ്ട്. ഇപ്പം നോക്കിയാൽ ഇപ്പം അതിൻ്റെയൊക്കെ ഉള്ളിൽ ഇപ്പം എന്നെ കിട്ടിയത് ഇങ്ങനെ ചവിട്ടി അരയ്ക്കാൻ തോന്നുന്നു ദേഷ്യം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കാണ്ടാമൃഗത്തിൻ്റെ തൊലിയ. അതുകൊണ്ട് എനിക്ക് തന്നൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, ലൈവ് കൂടി ഖുർആൻ എടുക്കാതെയായി. രാവിലെ ലൈവ്, ഉച്ചയ്ക്ക് ലൈവ്, 10 മണിക്ക് ലൈവ്, 12 മണിക്ക് ലൈവ്. എന്നിട്ട് ഇതൊക്കെ അങ്ങോട്ട് സജീവമായി. ഖുർആൻ എടുക്കലില്ല, ഭർത്താവിന് വിളമ്പിക്കൊടുക്കാൻ വഴിയില്ല, ഇതൊന്നുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെയാണ് നിരീശ്വരവാദികൾ പെരുകിയത്. ഏതെങ്കിലുമൊക്കെ ബഹുസ്വര സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ പാടില്ലാത്ത, എന്നാൽ അഹ്ലുൽ ഈമാന്റെ മുന്നിൽ മാത്രം പറഞ്ഞു കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഉസ്താദേ, മക്കളില്ല, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? സക്കരിയ നബി അലൈഹിസ്സലാം ഓതിയ ദുആ നിങ്ങൾ ചൊല്ലിക്കോ. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ 80-90 വയസ്സ് കഴിഞ്ഞ സക്കരിയ നബിക്ക് ഭാര്യ യൂട്രസ് ഇല്ലാതെ, ഗർഭാശയമില്ലാതെ, ആഖിറ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, ഗർഭാശയത്തിന്റെ പ്രവർത്തനമില്ലാത്ത ആ ഭാര്യയ്ക്ക് അല്ലാഹു മോനെ കൊടുത്തത്, യഹ്യ എന്ന മോനെ കൊടുത്തത് സൂറത്തു മറിയം വളരെ സുസജ്ജമായി വിശദീകരിക്കുമ്പോ, ആ മറിയം സൂറത്തിലൂടെ എങ്ങനെയാണ് സക്കരിയ നബിക്ക് മോനെ കിട്ടിയത്? റബ്ബിലാ തദർനി ഫർദൻ വ അന്ത ഖൈറുൽ വാരിസീൻ എന്ന ദുആയിലൂടെയാണ്. പടച്ചവനെ, ഞാൻ നിന്നോട് ദുആ ചെയ്തിട്ട് ഇന്ന് വരെ ഞാൻ നിരാശപ്പെട്ടിട്ടില്ല എന്ന് സക്കരിയ നബി പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മോനെ കൊടുത്തു. യഹ്യ എന്ന മോനെ കൊടുക്കുക മാത്രമല്ല, യഹ്യ എന്ന പേരും കൂടെ ഇട്ട് കൊടുത്തു അല്ലാഹു. ഇത് വിശ്വാസികളുടെ മുന്നിലല്ലേ പറയാൻ പാടുള്ളൂ. മറ്റേ എക്സ് ശൈത്താന്മാര് കേട്ടാലോ എന്താ സംഭവിക്കുക? എക്സ് ഐറ്റുണ്ടല്ലോ, യവനൊക്കെ കേട്ടാൽ എന്താ സംഭവിക്കുക? എന്നാ പിന്നെ ഭാര്യയുടെ കൂടെ കിടക്കണ്ടല്ലോ, വീട്ടിൽ നിന്ന് ദിക്റ് ചൊല്ലിയാ പോരെ, മോനുണ്ടാവൂലേ എന്ന് ചോദിക്കും. ഇതെന്താ ഈ നിരീശ്വരവാദികൾ പെരുകാൻ കാരണം? അതുകൊണ്ട് ഞാൻ അടിവരയിട്ട് പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി നാം നമ്മുടെ ഓരോ സദസ്സുകളും നോക്കിക്കാണണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ പറയുന്നു, എപ്പോഴാണ് ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്? സന്തോഷം വരുമ്പോഴാണോ വിഷമം വരുമ്പോഴാണോ? കേട്ടോളി, എണ്ണി നിങ്ങൾ മനസ്സിലാക്കി, അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലേണ്ടത് സന്തോഷം വരുമ്പോഴാണ്, അല്ല ദുഃഖം വരുമ്പോഴല്ല. ഖുർആനാണ്. സന്തോഷം വരുമ്പോഴാണ് കൂടുതൽ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്. എന്തുകൊണ്ടെന്നറിയോ പ്രിയമുള്ള സഹോദരങ്ങളെ? മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല, മഹാനായ വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിയിട്ട് മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സഹാബത്തിന് ഓതിക്കൊടുക്കുന്ന ഒരു അധ്യായത്തിന്റെ ഏതാനും ചില സന്ദേശങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എവിടെയാണ്, എപ്പോഴാണ്, ഏത് സമയത്താണ്, ഏത് ഘട്ടത്തിലാണ് നമ്മൾ ഇസ്തിഗ്ഫാർ കൂടുതൽ ചൊല്ലേണ്ടതെന്ന്. ഏതാണ് എന്നറിയോ സഹോദരങ്ങളെ? സന്തോഷം വരുമ്പോഴാണ് ഇസ്തിഗ്ഫാർ കൂടുതൽ ചൊല്ലേണ്ടത്. എന്തുകൊണ്ടാണെന്നറിയോ? ആ സമയത്താണ് പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സ് മാറിപ്പോകുന്നത്. ആ സമയത്താണ് നമ്മുടെ മനസ്സ് ചാഞ്ചാടി പോകുന്നത്. ആ സമയത്താണ് മോശപ്പെട്ട ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അള്ളാന്റെ ഹബീബിനോട് അല്ലാഹ് പറഞ്ഞതെന്തെന്നറിയോ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഈ ആയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, നബിയേ, അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് വന്നെത്തി കഴിഞ്ഞാൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതെപ്പോഴാണ് പറയുന്നതെന്നറിയോ? ഒരാൾ പോലും ഇസ്ലാമിലേക്ക് കടന്നു വരാനില്ലാത്ത സമയത്ത് വരുന്ന ആളുകളെയൊക്കെ ശത്രുക്കളെല്ലാം മർദ്ദിക്കുന്ന സാഹചര്യത്തില് ഖബ്ബാബ് ബിനുൽ അറത്ത് റളിയല്ലാഹു തആല അൻഹു പോലും ശരീരത്തിന്റെ ഭാഗം മുഴുവനും അല്ലാഹുവിന്റെ ദീനിൽ വിശ്വസിച്ചതിന്റെ പേരിൽ, ശത്രുക്കളായ കുടുംബക്കാരെ ആക്രമിച്ചതിന്റെ പേരിൽ ശരീരമാസകലം പൊള്ളി, ശരീരമാസകലം ഒരു പ്ലാസ്റ്റിക് കവർ തീ പിടിച്ചാൽ എങ്ങനെയാണോ ഉള്ളത്, ഒരു പോളിസ്റ്റർ തുണിയിൽ എങ്ങനാണോ അയൺ ബോക്സ് ഇടുമ്പോൾ ഉരുകി പിടിക്കുന്നത്, അതുപോലെ ശരീരത്തിന്റെ ഞരമ്പും ശരീരത്തിന്റെ തൊലിയും ശരീരത്തിന്റെ മാംസവുമല്ല ഉരുകി പിടിച്ച് ശരീരത്തിന്റെ മുതുകുഭാഗത്ത് ഇങ്ങനെ കോലം കെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഖബ്ബാബ് ബിനുൽ അറത്ത് റളിയല്ലാഹു തആല അൻഹു പീഡിപ്പിക്കപ്പെട്ടപ്പോൾ കഅബാലയത്തിന്റെ തണലിൽ റസൂലുള്ള കിടക്കുകയാണ്, വിശ്രമിക്കുകയാ. കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കഅബാലയത്തിന്റെ കരിങ്കൽ ഭിത്തിയുടെ തൊട്ടുതാഴെ ഹബീബായ നബി തങ്ങൾ വിശ്രമിക്കുമ്പോൾ അവിടേക്ക് കടന്നു വന്ന ഖബ്ബാബ് ബിനുൽ അറത്ത് റളിയല്ലാഹു തആല അൻഹു, നബിയേ, അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉല്ലാഹ ലനാ, ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കുന്നില്ലേ ഹബീബേ, ഞങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് സഹായം അഭ്യർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഖബ്ബാബ് ബിനുൽ അറത്തേ, അല്ലാഹുവിന്റെ സഹായം വരും മോനെ, പക്ഷെ നിങ്ങൾ ധൃതി വെക്കരുതേ, നിങ്ങൾ ധൃതി വെക്കരുത്. അന്ന് ആ കാലഘട്ടത്തിൽ സഹാബത്ത് പീഡിപ്പിക്കപ്പെട്ടല്ലോ. സഹാബാക്കൾ അനുഭവിച്ച ത്യാഗങ്ങളെ പറ്റി പറഞ്ഞാൽ എന്റെ വിഷയം പൂർത്തീകരിക്കാൻ പറ്റാതെ വരും. ആ നിലയിൽ പ്രിയപ്പെട്ട സഹാബത്ത് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അള്ളാന്റെ സഹായം എവിടെയെന്ന് ചോദിച്ച് പ്രിയപ്പെട്ട സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് വന്നപ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നബിയേ, ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാന്റെ സഹായം വന്നപ്പോൾ ഇദാ ജാഅ നസ്റുല്ലാഹ്, പടച്ചവന്റെ സഹായം നിങ്ങൾക്ക് വന്നപ്പോൾ പിന്നെ പറഞ്ഞത് എന്താണ്? വൽ ഫത്ഹു, മക്ക വിജയം വന്നപ്പോൾ പിറന്ന നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പലായനം ചെയ്യപ്പെടേണ്ടി വന്നില്ലേ? അവസാനം കുഞ്ഞുങ്ങളെ കണ്ടാൽ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുടുംബനാഥനെ പോലെ കണ്ണ് മറയുന്നത് വരെ കഅബാലയത്തെ നോക്കി 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 ഹിജറ പോയ ഹബീബ് അവസാനം ചോദിച്ചല്ലോ അന്നത്തെ താക്കോല് സൂക്ഷിപ്പുകാരനായ ഉസ്മാൻ ബിൻ മൽഊൻ, ഉസ്മാൻ എന്ന് പറയുന്ന ആളിനോട്, ഉസ്മാൻ എന്ന് പറയുന്ന ആളിന്, ഉസ്മാൻ ശൈബി എന്ന ആളിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉസ്മാനെ, കഅബാലയത്തിന്റെ താക്കോലൊന്ന് തരുവോ? ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പൊക്കോളാ. ഇനി ഈ മണ്ണിൽ ഞാൻ ഇനി മണ്ണിൽ ഞാൻ നിൽക്കൂല, ഒരു രാത്രി പോലും ഞാൻ ഈ മണ്ണിൽ നിൽക്കൂല, നിങ്ങൾക്കൊരു ശല്യവും ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവൂല, അതുകൊണ്ട് ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ 2 റക്അത്ത് എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല മുഹമ്മദേ, നിനക്ക് താക്കോല് തരില്ല, കഅബാലയം നിനക്ക് തുറന്നു തരില്ലെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഅബാലയത്തോട് വിട പറഞ്ഞുകൊണ്ട് മദീനയിലേക്ക് യാത്രയായല്ലോ. അള്ളാന്റെ ഹബീബിനോട് അല്ലാഹ് പറയുകയാണ്, വൽ ഫത്ഹു, നബിയേ, മക്ക വിജയം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, ആ അവസ്ഥയും മാറി നിങ്ങൾക്ക് മക്ക വിജയം വന്നു, ഒരു നിമിഷം ഒന്ന് ഉത്തരവിട്ടാൽ ധീരന്മാരായ വില്ലന്മാരായ വില്ലാളി വീരന്മാരായ വിജിഗീഷുകളായ സഹാബാക്കള് അവിടെ ഒരുമിച്ച് കൂടിയ സത്യനിഷേധികളെ മുഴുവനും കൂട്ടക്കശാപ്പ് നടത്താൻ തന്റെ ഇടമുള്ള അതിനുള്ള സർവ്വസന്നാഹങ്ങളോടെ മക്കം ഫതഹിന്റെ ദിവസത്തിൽ വന്നപ്പോൾ ഇന്നാരോടും പ്രതികാരമില്ല, ഇന്നാരോടും വൈരാഗ്യമില്ല, ഇന്നാരോടും വൈമനസ്യമില്ല, വൈക്ലഭ്യമില്ല, വൈഷമ്യമില്ല, ആരോടും പകയില്ല, ദേഷ്യമില്ല, കോപമില്ല, ക്രോധമില്ല, ദേഷ്യമില്ല എന്ന് പറഞ്ഞിട്ട് പൊതുമാപ്പ് പ്രഖ്യാപിച്ച ഹബീബുണ്ടല്ലോ.
അള്ളാന്റെ ഹബീബിനോട് അല്ല പറയുകയാണ് വൽ ഫത്ഹ്, ആ മക്ക വിജയം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അല്ല പറഞ്ഞത്? വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, സംഘമായി ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നാൽ ഇതെപ്പോഴാണ് പറഞ്ഞതെന്നറിയോ? അള്ളാന്റെ റസൂൽ അങ്ങാടിയിൽ ചെന്ന് ദഅവത്ത് നടത്തുമ്പോ, പോടോ നിന്റെ ജോലി നോക്കിയിട്ട്, നീയാണോ അള്ളാന്റെ ദൂതന്? നിന്നെ മാത്രമേ കിട്ടിയുള്ളൂ അള്ളാഹുവിന് പ്രവാചകനായി എന്ന് ചോദിച്ചധികാരികള് അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇന്നക ലമജ്നൂൻ, നീ ഭ്രാന്തനാണ് മുഹമ്മദേ എന്ന് പറഞ്ഞ ആളുകള് അള്ളാഹുവിന്റെ റസൂലിന്റെ ദഅവത്തും റിസാലത്തും നുബുവത്തും അംഗീകരിക്കാത്ത ഒരു സമൂഹം, ആ സമൂഹത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നബി തങ്ങളോട് പറയുന്നു വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, സംഘമായി ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ മറന്നു പോകരുതേ. അള്ളാഹുവിന്റെ സഹായം എവിടെയെന്ന് ചോദിച്ച പ്രിയപ്പെട്ട സഖാക്കളുടെ മുന്നിൽ, സഹാബത്തിന്റെ മുന്നിൽ അള്ളാന്റെ സഹായം വന്നു നബിയേ, വന്നു കഴിഞ്ഞാലെന്നല്ല പറഞ്ഞപ്പോ മക്കയിൽ നിസ്കരിക്കാനും മക്കയിൽ ഇബാദത്ത് എടുക്കാനും മക്കയിൽ കഴിയാനും അവസരം കൊടുക്കാത്ത സത്യനിഷേധികൾ അവരുടെ മുന്നിലേക്ക് മക്ക വിജയമെന്ന അത്ഭുതകരമായ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിപ്പിച്ചുകൊണ്ട് റസൂലുള്ള കടന്നു വന്നപ്പോൾ ആ വിജയത്തെ മുൻനിർത്തിയിട്ടല്ല പറയുകയാ, ആളുകളെ ചെവിയിൽ വിരലുകൾ കുത്തിക്കയറ്റിയിട്ട് ഞങ്ങൾക്കിത് കേൾക്കണ്ടെന്ന് പറഞ്ഞു പോയ ആളുകളുടെ മുമ്പില് അവർ ഓരോരുത്തർ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങിയപ്പോൾ അല്ല നബി തങ്ങളോട് പറഞ്ഞത് എന്തെന്നറിയോ? നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറയാത്തൊരു കാര്യം അല്ല ഇപ്പോഴും പറഞ്ഞിരിക്കുകയാ. എന്താ അല്ല പറഞ്ഞത്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു, നബിയേ അങ്ങ് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ റസൂലേ. ഇന്ന് നിങ്ങൾക്ക് മക്കാ വിജയം വന്നു, ഇന്ന് നിങ്ങളുടെ ദീനിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാ. ഇന്ന് നിങ്ങളുടെ പരിശുദ്ധമായ ദീനിനെ ആരും ഞോണ്ടാനും തൊടാനും ആക്രമിക്കാനും വരുന്നില്ല. അള്ളാന്റെ സഹായം നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാ. ഇതെല്ലാം നിങ്ങൾക്ക് വരുമ്പോ നബിയേ സന്തോഷം നിങ്ങൾക്ക് കൂടുമല്ലോ. നിങ്ങളുടെ പ്രിയപ്പെട്ട സഹാബാക്കൾക്ക് സതീർത്ഥ്യർക്ക് സന്തോഷം കൂടുമല്ലോ. അതുകൊണ്ട് ആ സന്തോഷം അധികരിക്കുന്ന സമയത്ത് അവരോട് പറയണം ഫസ്തഗ്ഫിറുഹു, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറയണേ നബിയേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, സങ്കടങ്ങൾ വരുമ്പോ, പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളെ തേടിയെത്തുമ്പോഴല്ല ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്. അപ്പോഴിസ്തിഗ്ഫാർ ചൊല്ലണം, ശരി തന്നെ. പക്ഷേ സന്തോഷത്തിന്റെ ആധിക്യത്തിന്റെ പരമോന്നതിയിലെത്തുമ്പോ സന്തോഷത്തിന്റെയും ക്ഷേമത്തിന്റെയും ഒക്കെ അപ്പോസ്തലന്മാരായി നിങ്ങൾ മാറുമ്പോൾ, സർവ്വ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുമ്പോൾ അല്ലാഹനെ മറക്കാതെ വസ്തഗ്ഫിറുഹു, റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി മടങ്ങണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സന്തോഷം വരുമ്പോ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. കച്ചവടം തീരെയില്ല, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, പടച്ചോനെ ഞാൻ ചെയ്ത ഏതോ തെറ്റിന്റെ പേരിലായിരിക്കും, അപ്പോഴും നമ്മളത് ചെല്ലും. പക്ഷേ അപ്പോഴും നമ്മൾ കൂടുതൽ സ്വാഭാവികമായി സഹജമായി അള്ളാഹുലേക്ക് അടുക്കുന്ന സമയമാണ്. പരീക്ഷണങ്ങൾ വരുമ്പോ പരീക്ഷണം അങ്ങോട്ട് മാറി, ഇപ്പൊ കച്ചവടം നല്ല പൊടി പൊടിക്കാൻ, കടയിൽ നല്ല ലാഭം, എല്ലാ നിലയിലും നമുക്ക് അള്ളാഹു അനുകൂലമാക്കി തരുമ്പോൾ നമ്മുടെ മനസ്സ് പതറും. ആ സമയത്ത് നമ്മുടെ മനസ്സങ്ങ് പതറുന്ന സമയത്ത് അല്ല പറയുന്നു പതറരുത്. ആ മനസ്സ് സന്തോഷത്തിന്റെ ആധിക്യത്തിന്റെ പാരമ്യതയിലെത്തുമ്പോൾ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു, അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി മടങ്ങിക്കോ. ഇല്ലെങ്കിൽ അല്ലാഹു പണി തരും. അപ്പൊ പാപം പൊറുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഇസ്തിഗ്ഫാർ എന്ന് കരുതരുത്. നിങ്ങളൊന്ന് ക്ഷമയോടെ കേട്ടിരുന്നാൽ ഇസ്തിഗ്ഫാറിന്റെ ഗുണങ്ങൾ എണ്ണി എണ്ണി ഖുർആന്റെ ആയത്ത് കൊണ്ട് ഞാൻ വിശദീകരിക്കാം. വളരെ കുറഞ്ഞ വാക്കിൽ അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. സിറാത്തും ഖബറും സ്വർഗവും നരകവും ഒക്കെ എത്ര കൊല്ലം കൊണ്ട് കേൾക്കുക. പെണ്ണുങ്ങൾക്ക് ഇഷ്ടം ഖദീജ ബീവിയുടെ കല്യാണം, ആയിഷ ബീവിയുടെ മരണം, ഫാത്തിമ ബീവിയുടെ മണിയറ, സിറാത്ത്, സ്വർഗം, നരകം, ഇതൊക്കെയാണ് ഇഷ്ടം. അത് പ്രഭാഷകർക്കും പറയാൻ അത് തന്നെയാണ് സന്തോഷം. കാരണം എന്താണ്? നന്നായിട്ട് പറയാം, സദസ്സിനെ ഇരിക്കുന്ന മുഴുവൻ സദസ്യരെയും കരയിപ്പിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ എത്ര നാളുകൊണ്ട് സുഖിച്ച് സന്തോഷിച്ചതൊക്കെ കേട്ട് നമ്മൾ കോരിത്തരിച്ച് രോമാഞ്ചത്തോടെ പോയി.
ഇനി അതിനുള്ള ടൈമല്ല. ഇനി വളരെ ഏറ്റവും അർത്ഥവത്തായ, ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയങ്ങളെ പറ്റി പഠിക്കേണ്ട സമയമാണ്. ആ സമയം കൃത്യമായി നമ്മൾ ഉപയോഗിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സന്തോഷത്തിന്റെ ആധിക്യത്തിൽ നമ്മൾ പറയണം, ഇസ്തിഗ്ഫാർ ചൊല്ലണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സന്തോഷം വരുമ്പോൾ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. ഒന്ന്. ഇനി നമുക്ക് ദിവസങ്ങളിൽ ഇഷ്ടം പോലെ സമയം വരുമല്ലോ. എപ്പോഴാണ് നമ്മൾ ഇസ്തിഗ്ഫാർ ചെല്ലേണ്ടത്? ഒരു ദിവസം ഏത് സമയത്ത് ഇസ്തിഗ്ഫാർ ചെല്ലിയാലാ കൂടുതൽ നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവുക? ഭൗതിക നേട്ടം എന്തായാലും കേട്ടിട്ടേ പോകാവൂ. ഇസ്തിഗ്ഫാർ ചെല്ലിയാലുള്ള ഭൗതിക നേട്ടം കേൾക്കാതെ ആരും പോകരുത്. കാരണം ഇതൊക്കെ ആഖിറത്തിൽ കിട്ടുന്ന കാര്യമാണ്. ദുനിയാവിൽ കിട്ടുന്ന കാര്യങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. അത് ഞാൻ മനഃപൂർവ്വം പിന്തിച്ചതാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏത് സമയത്താണ് കൂടുതൽ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടതെന്നറിയോ? ഏത് സമയത്താണ്? വിശുദ്ധ ഖുർആൻ നിങ്ങൾ നോക്ക്. അല്ലാഹു പറയുന്നുണ്ട്, അസ്സാബിരീന വസ്സാദിഖീന വൽഖാനിതീന വൽമുൻഫിഖീന വൽമുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. സത്യവിശ്വാസികൾ, അള്ളാഹുവിന്റെ ദാസന്മാര്, അള്ളാഹുവിന്റെ ഇഷ്ടഭാചനങ്ങളെ, പ്രേമഭാചനങ്ങളെ വിശദീകരിക്കുന്ന സ്ഥലത്ത് അള്ളാന്റെ ഖുർആൻ പറയുകയാണ്. സൂറത്തു ആലി ഇമ്രാനിന്റെ ആയത്താണ്. അല്ലാഹ് പറയുന്നു, അസ്സാബിരീ, അല്ലാഹ് കൊടുക്കുന്ന സകല പരീക്ഷണങ്ങളെയും നേരിടാൻ ക്ഷമയോടെ പിടിച്ചു നിൽക്കുന്നവനാ. വസ്സാദിഖീന, നാക്കെടുത്താൽ കളവ് പറയാത്ത സത്യസന്ധനാ. വൽഖാനിതീൻ, അല്ലാഹുവിലേക്ക് ലയിച്ചു ചേരുന്നവനാണ്, അവനിലേക്ക് പശ്ചാത്തപിച്ച് കേരിച്ചു മടങ്ങുന്നവനാ. അല്ലാഹുവും അവന്റെ വിശുദ്ധമായ ദീനിനും വേണ്ടിയിട്ട് സാമ്പത്തികമായ സഹായം ചെയ്യുന്നവനാ. വൽമുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, സഹറിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവനാ. ഏതാണ് സഹറിന്റെ സമയമെന്നറിയോ? വിശുദ്ധ ഖുർആനിന്റെ അല്ലാഹു ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട സമയം പറഞ്ഞത് സഹറിന്റെ സമയമാണ്. ഏതാണ് സഹറിന്റെ സമയമെന്നറിയോ? പ്രിയപ്പെട്ടവരെ, നോമ്പ് കാലത്ത് അത്താഴം കുടിക്കുന്നത് എപ്പോഴാ? സുബഹി നിസ്കാരത്തിന്റെ ബാങ്ക് കേൾക്കുന്നതിന് കുറച്ചു മുമ്പല്ലേ നമ്മൾ എഴുന്നേറ്റുകൊണ്ട് അത്താഴം കഴിക്കുന്നത്? അതല്ലേ സഹറിന്റെ സമയമെന്ന് പറയുന്നത്? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, എപ്പോഴാണ് ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടതെന്നറിയോ? രാത്രിയുടെ 3-ാം യാമത്തിലാണ്. നേരത്തെ കിടന്നുറങ്ങിയിട്ട് നേരത്തെ എഴുന്നേക്കണേ. തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റിരുന്നു കൊണ്ട് പടച്ചവന്റെ മുന്നിലേക്ക് കരങ്ങൾ നീട്ടിയിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇത് പറയുന്ന ഒരു വിശ്വാസിക്ക് അല്ലാഹു കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്തെന്നറിയോ? അവൻ യഥാർത്ഥ ദാസനാണ്, അവന് സത്യസന്ധനായ അടിമയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ആരാണ് പ്രിയപ്പെട്ടവരെ? ഹബീബായ നബി തങ്ങൾ പറയുമ്പോ, നക്ഷത്ര തുല്യരായ സഹാബത്ത് പ്രവാചകന്റെ തലയിലൊരു പ്രവാചകൻ അവരുടെ മുന്നിൽ പ്രസംഗിക്കുമ്പോ അവരുടെ തലയിലൊരു പ്രാവ് വന്നിരുന്നാൽ തലയനക്കിയാൽ പ്രാവ് പറന്നു പോകുമോ എന്ന ആശങ്കയോടെ അല്ലാഹുവിന്റെ തിരുദൂതരുടെ മുന്നിൽ കണ്ണിമ വെട്ടാതെ അല്ലാഹുവിന്റെ ഹബീബിന്റെ റിസാലത്തിന്റെ പൊൻചമ്പകപ്പൂ ചുണ്ടിലേക്ക് നോക്കിയിരിക്കുമ്പോ അവരോട് മുത്തു ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്, യൻസിലു റബ്ബുനാ, നമ്മുടെ പടച്ചവന് ഇറങ്ങി വരുന്നത് എപ്പോഴെന്നറിയോ? സഹോദരങ്ങളെ, അല്ല ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സാമീപ്യം ഉണ്ടാവുക എന്നാണ്. അത് എപ്പോഴെന്നറിയോ? കുല്ല ലൈലത്തിൻ മിനസ് സമാഇ ദുനിയാ, ഒന്നാം ആകാശത്ത് എല്ലാ രാത്രികളിലും അല്ലാഹുവിന്റെ സാമീപ്യമുണ്ട്. എപ്പോഴാണെന്നറിയോ? രാത്രിയുടെ 3 കഴിയുമ്പോൾ, അഥവാ രാത്രിയുടെ 3-ാം യാമത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, പടച്ചവന്റെ സാന്നിധ്യമുണ്ടത്രേ. എന്നിട്ട് അവന് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ? ആരാണോ എന്നോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത് ഞാൻ അവന് പുറത്തു കൊടുക്കാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ചെറിയ കഥയാണ്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ അറിയോ? ആരാണ് യാക്കൂബ് നബി എന്നല്ലേ? ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട പ്രവാചകനാ. തന്റെ പൊന്നുമോന് യൂസുഫ് നബി അലൈഹിസ്സലാം ചെറിയ പ്രായത്തിൽ തന്റെ മുന്നിൽ നിന്ന് മക്കൾ അടർത്തിക്കൊണ്ടുപോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ കൺമുമ്പിൽ നിന്ന് യൂസുഫ് എന്ന പൊന്നുമോന്, സ്നേഹനിധിയായ സൗന്ദര്യത്തിന്റെ നിറകുടമായ ആ പൊന്നുമോനെ പിടിച്ചു കൊണ്ടുപോയിട്ട് പൊട്ടക്കിണറ്റിലേക്ക് നിഷ്കരണം വലിച്ചെറിയുകയാ. എന്നിട്ട് ആ പൊന്നുമോന്റെ കുപ്പായത്തിൽ ആടിനെ അറുത്തിട്ട് അതിന്റെ ചോര
ചോര അതിലോട് ചേർത്ത് വെച്ചിട്ട് വാപ്പാന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, വാപ്പാ ഞങ്ങളുടെ പൊന്നുമോനെ ചെന്നായ പിടിച്ചു എന്ന്. ആ വാപ്പ പറഞ്ഞത് എന്താണ്? ഫസബുറുൻ ജമീൽ, ഞാൻ ക്ഷമിക്കുകയാണ് മക്കളെ, ക്ഷമിക്കുകയാ. ഇന്നമാഷ്കൂബത്തി വഹുസ്നി ഇലല്ലാഹ്, എന്റെ ദുഃഖങ്ങൾ സർവ്വതും ഞാൻ എന്റെ പടച്ചവനെ ഏൽപ്പിക്കുകയാണ് പൊന്നുമക്കളെ. അത് കഴിഞ്ഞിട്ട് ബിന്യാമീനെ കൂടെ വീട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി. ബിന്യാമീനെ പിടിച്ചു കൊണ്ടുപോയി എന്ന് മാത്രമല്ല, ബിന്യാമീന് മോഷണം നടത്തിയെന്ന പേരില് യൂസുഫ് നബി അലൈഹിസ്സലാമാണെന്ന് ഈജിപ്റ്റ് ഭരിക്കുന്നത് മക്കൾക്കറിയില്ല. ആ യൂസുഫ് എന്ന സ്വന്തം സഹോദരനെ കൂടപ്പറപ്പിനെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ബിന്യാമീന്റെ സഞ്ചിക്കകത്ത്, ബിന്യാമീന്റെ റേഷനികത്ത് പ്രിയപ്പെട്ടവരെ ഒരു രാജാവിന്റെ അളവ് പാത്രം എടുത്തിടുകയാ. അത് മോഷ്ടിച്ചു എന്ന കാരണത്തിന്റെ പേരിൽ ബിന്യാമീനെ കൂടെ യൂസുഫ് നബിയുടെ ചാരത്ത് നിർത്താനുള്ള ഹിക്മത്തായിരുന്നു. പക്ഷേ വാപ്പാക്ക് സഹിക്കുന്നില്ല. എന്റെ രണ്ട് മക്കളും നഷ്ടപ്പെട്ട വേദനയിൽ ഇരിക്കുമ്പോ വർഷങ്ങൾ കഴിഞ്ഞു പോയി സഹോദരങ്ങളെ, അവസാനം തിരിച്ചറിയുകയാണ്, ഞങ്ങൾക്ക് റേഷം തന്നുകൊണ്ടിരുന്ന രാജാവ് ആരെന്നറിയോ? നിങ്ങളെ പൊന്നുമോന് യൂസുഫാ. കൂടെ ഉള്ളതാരെന്നറിയോ? നിങ്ങളുടെ പൊന്നുമോന് ബിന്യാമീന. വിളിക്കുന്നു വാപ്പാ, നമ്മൾ 10 പേരും ബിന്യാമീനും ഉമ്മയും വാപ്പയും കൂടി ആ ഉക്കാന്റെ അടുത്തേക്ക്, അനിയന്റെ അടുക്കലേക്ക് പോകണമെന്ന് വിളിക്കുകയാ. ഇന്ന് അനിയൻ ഏതെങ്കിലും ഒരു ബാലനായ യൂസുഫ് എന്ന് പറയുന്ന കാണാൻ മുഞ്ചുള്ള ഒരു ബാലനല്ല. ഇന്ന് അധികാരത്തിന്റെ ഏറ്റവും വലിയ, ഏറ്റവും നല്ല സുതാര്യമായ, ഏറ്റവും നല്ല നീതിയുള്ള ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഈജിപ്തിന്റെ ഭരണാധികാരിയ. സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധയോടെ കേക്ക്. ഈ സഹോദരങ്ങൾ നേരെ വാപ്പാരടുത്ത് പോയി പറയുന്നു, വാപ്പാ ഇന്ന് യൂസുഫ് എന്ന മോനാണ് രാജ്യം ഭരിക്കുന്നത്. പക്ഷെ ഞങ്ങളോട് മാപ്പാക്കണം വാപ്പാ, ഞങ്ങളെ കള്ളച്ചതിയിലൂടെയാണ് നിങ്ങളുടെ മോനെ നിങ്ങളുടെ മുന്നിൽ നിന്ന് കൊണ്ടുപോയത്. ഞങ്ങൾ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു വാപ്പാ. ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടണേ പടച്ചവനോട്, ഞങ്ങൾക്ക് ദുആ ചെയ്യണേ വാപ്പാ. ഇത് പറഞ്ഞപ്പോഴാണ് ആ പ്രിയപ്പെട്ട പൊന്നുമോന് അധികാരത്തിന്റെ ഏറ്റവും വലിയ ഉത്തുംഗതയിലെത്തിയെന്ന് ബോധ്യം വന്നപ്പോ, ഇനി ഞങ്ങൾ ചെയ്ത തെറ്റെന്തിന് മറച്ചു വെക്കണം? എന്തായാലും ആ സഹോദരനെ അറിയുമല്ലോ, അതിനി വാപ്പയോട് പറഞ്ഞു കൊടുക്കുമല്ലോ. അതിനു മുമ്പ് 10 മക്കളും വന്നിട്ട് പറയാണ്, വാപ്പാ ഞങ്ങൾ ചെയ്ത തെറ്റിന് അല്ലാഹുവോട് പൊറുക്കലിനെ തേടുവോ? ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആരക്കുമോ? ആ സമയത്ത് യാക്കൂബ് നബിയുടെ മറുപടി എന്തെന്നറിയോ? അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സൂറത്ത് യൂസുഫിന്റെ 98-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാ, യാക്കൂബ് നബി 10 മക്കളോടും അന്ന് പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഖാല സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. മക്കൾ ചെന്ന് വാപ്പയോട് ചെയ്ത തെറ്റേറ്റു പറഞ്ഞിട്ട് പൊറുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ, അള്ളാഹുവോട് പൊറുക്കലിനെ തേടാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ വാപ്പ മക്കളോട് പറഞ്ഞു, മക്കളെ സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, ഞാൻ പിന്നീട് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തോളാം, ഞാൻ പിന്നീട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊള്ളാം. ഈ പിന്നീട് എപ്പോഴാണ്? ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കൂല. സുബ്ഹാനല്ലാഹ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പുറത്തു കൊടുക്കാൻ മാത്രം വിശാല ഹൃദയനായിരുന്ന യാക്കൂബ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട പ്രവാചകൻ തന്റെ പൊന്നുമക്കളോട് പറഞ്ഞു, സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ റബ്ബിനോട് പിന്നെ ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊള്ളാം. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഇബ്നു കസീർ റഹിമഹുള്ള അടക്കമുള്ള തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അന്നഹു അഖറൽ ഇസ്തിഗ്ഫാർ ഇലാ വഖ്തി സഹരി. യാക്കൂബ് നബി പറഞ്ഞത് 2-3 കൊല്ലം കഴിയട്ടെ എന്നല്ല, ഞാൻ നിങ്ങൾക്ക് പിന്നെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊള്ളാമെന്ന് പറഞ്ഞത് മക്കളെ നേരം പുലരുന്ന സമയത്ത് രാത്രിയുടെ 3-ാം യാമത്തിൽ ഞാൻ എഴുന്നേറ്റിരുന്ന റബ്ബിനോട് ചോദിച്ചോളാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതാണ് സമയം. യാക്കൂബ് നബി മക്കൾക്ക് വേണ്ടി പറഞ്ഞ സമയം അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷം വരുമ്പോഴും ഇസ്തിഗ്ഫാർ വേണം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത് തഹജ്ജുദിന്റെ സമയത്താണ്. തഹജ്ജുദിന്റെ സമയത്താണ്. നിങ്ങൾ കരുതും നമ്മുടെ ജീവിതത്തിന്റെ പാപത്തിന്റെ കറകൾ മുഴുവനും അല്ലാഹു കഴുകിക്കളയാൻ. ആ കഴുകിക്കളയുന്ന പടച്ച തമ്പുരാന്റെ
ആ മഗ്ഫിറത്ത് എന്ന് പറയുന്ന ഇസ്തിഗ്ഫാറിന് അല്ലാഹ് തരുന്ന ആ ഒരു പാപം പൊറുക്കൽ എന്ന് പറയുന്ന ഒരു വലിയ നിഅമത്ത് പാപികൾക്ക് മാത്രമുള്ളതാണ് എന്ന് ആരും കരുതണ്ട. അത് നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തായി നമ്മൾ കണക്കാക്കേണ്ട ഒരു കാര്യമാണ്. തെറ്റ് സംഭവിച്ചു പോയാൽ, എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ ഞാൻ പിന്നെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളാമെന്നോ അല്ലെങ്കിൽ കുറേ ദിവസം കഴിയട്ടെ, ഇപ്പൊ സാധാരണ ഇപ്പോഴാരെങ്കിലും ഒക്കെ തെറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. റമളാന് മുമ്പൊക്കെ ആണെങ്കിൽ എല്ലാവരും പറയുന്നത് റമളാനൊക്കെ വരികയല്ലേ, അപ്പൊ റമളാനിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊള്ളാം. ആദ്യത്തെ 10 കഴിയുമ്പോൾ പറയും എന്തായിരുന്നാലും 3-ാമത്തെ 10 വരെയല്ലേ, 3-ാമത്തെ 10 നമ്മൾ പറയുന്നത് 27 രാവ് വരട്ടെ. അങ്ങനെ നീണ്ട് നാളെ നീളെ പോയി അവസാനം പശ്ചാത്തപിക്കാൻ നമുക്ക് കഴിയില്ല. അല്ലാഹ് പറഞ്ഞ എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ കാണാം, ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ്. സൂറത്തുൻ നിസായിൽ അല്ലാഹ് പറഞ്ഞതാ, എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു പോയാൽ യതൂബൂന മിൻ ഖരീബ്, ആ നിമിഷം അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെല്ലണം. എന്താ കാര്യം എന്നറിയോ? നമ്മുടെ എല്ലാ കാര്യങ്ങളും എഴുതാൻ 2 മലക്കുകൾ ഇരിപ്പുണ്ട്. ഏതൊക്കെയാ? ഒന്ന് സ്വാഹിബുൽ യമീൻ, വലതുപക്ഷം. 2 സ്വാഹിബു ഷിമാൽ, ഇടതുപക്ഷം. കേരള രാഷ്ട്രീയത്തിന്റെ വലതുപക്ഷം ഇടതുപക്ഷത്തിന്റെ കാര്യമല്ല ഈ പറയുന്നത്. എല്ലാവർക്കും സ്വാഹിബുൽ യമീനും ഉണ്ട്, സ്വാഹിബു ഷിമാലും ഉണ്ട്, വലതുപക്ഷവും ഇടതുപക്ഷവും. രാഷ്ട്രീയവും സംഘടനകളൊക്കെ മത്സരിക്കുന്നത് നല്ലതിനാണ്, അതൊക്കെ നല്ലതിനാണ്. എന്തുകൊണ്ടാണ്? വികസനം ഉണ്ടാവും, ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടക്കും, ഇതൊക്കെ നടക്കും. താനൂരിലെ പാവപ്പെട്ട സഹോദരങ്ങൾ, പാവപ്പെട്ട സഹോദരിമാര്, സൈദലവി എന്ന പേരുള്ള സഹോദരന്റെ ചിത്രമാണ് ഇന്നത്തെ ദിനപത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത്. 4 പൊന്നുമക്കളും പ്രിയപ്പെട്ടവളും ഇല്ലാത്ത വീടിന്റെ നിർമ്മാണം തുടങ്ങിയിരിക്കുന്ന തറയിൽ ആ പ്രിയപ്പെട്ട ഭാര്യയുടെയും 4 പൊന്നുമക്കളുടെയും മയ്യത്ത് കൊണ്ടുവച്ച് താൽക്കാലികമായി ഉണ്ടാക്കിയ ഷെഡിനകത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെയും 4 മക്കളുടെയും മയ്യത്ത് കാത്തിരുന്ന സൈദലവി എന്ന പേരുള്ള സഹോദരനെ ഒരുപാട് സങ്കടത്തിന്റെയും കണ്ണുനീരിന്റെയും മധ്യേ കൊണ്ടുവന്ന് പ്രിയപ്പെട്ട 4 മക്കളുടെയും ചേതനകെട്ട ശരീരം കാണിച്ച്, തന്റെ പ്രിയപ്പെട്ടവളുടെ ശരീരം കാണിച്ചിട്ട്, മുഖം കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു രംഗുണ്ട്. സിറാജ് എന്ന് പറയുന്ന സഹോദരന്റെ ഭാര്യയും 3 മക്കളും വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി. തന്റെ പ്രിയപ്പെട്ട 3 മക്കളുടെയും, സിറാജ് എന്ന് പറയുന്ന സഹോദരൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെയും മയ്യത്ത് കാണുന്ന ഒരു വല്ലാത്ത വികാര നിമിഷമുണ്ട്. എങ്ങനെയാ സഹിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആരെങ്കിലും വന്നിട്ട് ഈ ബോട്ടിൽ പോയവരുടെ ലിസ്റ്റ് എടുക്ക്, ഒന്ന് നോക്കട്ടെ. അവർ ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവരാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിന്നോ? ഇല്ല. അവര് ചാടിയിറങ്ങി. അവർക്ക് കഴിയുന്ന നിലയിൽ അവരെല്ലാവരും പരിശ്രമിച്ചുകൊണ്ട് രക്ഷപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ വിളി വന്നാ പോകണമല്ലോ. അത് വെള്ളത്തിലാണെങ്കിലും വായുവിലാണെങ്കിലും അത് മണ്ണിലാണെങ്കിലും വിണ്ണിലാണെങ്കിലും അള്ളാന്റെ വിളി വന്നാ പോയേ മതിയാവുള്ളൂ. അങ്ങനെ താനൂർ എന്ന് പറയുന്ന പ്രദേശം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും അപലപിച്ചുകൊണ്ട്, അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട്, കേരളത്തിന്റെ ചീഫ് മിനിസ്റ്ററും ഓപ്പോസിഷൻ ലീഡറും ഒക്കെ താനൂരിലേക്ക് കടന്നു വന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള കേരളത്തിന്റെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരെ മുഴുവനും ഓടിയെത്തി ആ പാവപ്പെട്ട മരണപ്പെട്ടു പോയ സഹോദരങ്ങളുടെ, കുഞ്ഞുമക്കളുടെ, സഹോദരിമാരുടെ കുടുംബാദികളെ പേരിന് നീതിക്ക് വേണ്ടി ഒരു ചെറിയ ആശ്വാസവാക്ക് പറയാൻ വന്നു. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കാനാ? ആ ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തിരുവനന്തപുരം ജില്ലയിലെ നേമം എന്ന് പറയുന്ന പ്രദേശത്ത് നിഖിൽ എന്ന് പേരുള്ള ഒരു മനുഷ്യന്റെ കോലവും മൃഗത്തിന്റെ സ്വഭാവവുമുള്ള ഒരാൾ, അയാൾ പറഞ്ഞു, മലപ്പുറത്തല്ലേ? ഭയങ്കര സന്തോഷമാണ് അയാൾക്ക്. മലപ്പുറത്തല്ലേ? ഭയങ്കര സന്തോഷമാണ്. ഏത് മലപ്പുറമാണോ ഇത്? കരിപ്പൂര് വിമാനത്താവളത്തില്, ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ
വിമാന ദുരന്തമുണ്ടായപ്പോൾ ഓടിയെത്തിയത് മലപ്പുറത്തിന്റെ മക്കളായിരുന്നു. ആ മക്കൾ വന്നിട്ട് അവിടത്തെ ചാർട്ട് നോക്കിയില്ല. വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നത് ആരാണ്? മുസ്ലിങ്ങളായിരുന്നു. അവരെ മാത്രമേ എടുക്കുള്ളൂ എന്ന് മലപ്പുറത്തിന്റെ മക്കൾ ഒരിക്കലും പറഞ്ഞിരുന്നില്ല. പറയാൻ അവർക്ക് കഴിയില്ല. കാരണം അവർ വിവരമുള്ളവരാണ്, മനുഷ്യരാണ്. വിവരം കെട്ടവന്മാർക്ക് എന്തും പറയാം. ഒരൽപ്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വികാര നിർഭരമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന കേരളത്തിന്റെ അനിഷേധ്യനായ CM ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ആ ചെറുപ്പക്കാരനെതിരെ കേസെടുക്കേണ്ടതാണ്. കാരണം ഇങ്ങനെ ദുരന്തങ്ങളിലും അപകടങ്ങളിലും പെടുന്ന ആളുകളുടെ മതവും ജാതിയും സംഘടനയും രാഷ്ട്രീയവും നോക്കുന്നത് വലിയ അപകടങ്ങളിലേക്ക് പോകും, വലിയ അപകടങ്ങളിലേക്ക് പോകും. ഞാൻ പറഞ്ഞു വന്നത്, വളരെ മോശമായ നിലയിലുള്ള പദപ്രയോഗങ്ങൾ നടത്തി. മലപ്പുറത്തല്ലേ ഒരു ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ആരെങ്കിലും ചിന്തിക്കുമോ? 10 മാസം പ്രായമുള്ള കുഞ്ഞ് വെള്ളത്തിൽ വീണ് ചെളിയിൽ മുങ്ങിപ്പോയി. ആ കുട്ടിയെ പൊക്കിയെടുത്ത്, ഒരു കുട്ടി ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന അവസാനം കിട്ടിയ ഒരു പൊന്നുമോള്, ആ പൊന്നുമോളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. വാപ്പ വെള്ളത്തിൽ വീഴുമ്പോഴും വാപ്പ നോക്കുന്നത് തന്റെ പൊന്നുമോളെ രക്ഷപ്പെടുത്തിയിട്ട് ഞാൻ മരിച്ചാലും കുഴപ്പമില്ലെന്നുള്ള ചിന്തയാ. പക്ഷേ പലരെയും രക്ഷപ്പെടുത്തിയിട്ടും ആ പ്രിയപ്പെട്ട സഹോദരൻ നോക്കുമ്പോ തന്റെ പൊന്നുമോക്ക് പകരം ആ പൊന്നുമോളുടെ ജാക്കറ്റ് ഇങ്ങനെ ഒഴുകി നടക്കുകയാ. ആ നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ അവന്റെ അവസാന ശ്രമങ്ങൾ വരെ നടത്തുമ്പോഴും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിയാതെ പോയ കേരളത്തിലെ ഏറ്റവും വലിയ ദുഃഖത്തിന്റെ, ഏറ്റവും വലിയ കണ്ണുനീർ കടലായി മാറിയ താനൂരിലെ ഈ സമയം, അള്ളാഹു അവിടെ രക്തസാക്ഷികളായ, അവിടെ മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു ഇനി ശേഷിക്കുന്ന എല്ലാവർക്കും നല്ല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. കുടുംബത്തിന് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ, ക്ഷമ കൊടുക്കട്ടെ.